എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. Heartfelt welcome to each one of you on this momentous occasion of Perinad Railway Station. Today marks yet another step in Southern Railway's continuous effort to bring railway services closer to the people and make travel more convenient, inclusive, and responsive to local aspirations, with improved facilities, better timings, and people-focused initiatives. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ പരവൂർ. ഇനി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രഥമ പരിഗണനയോടുകൂടി ബഹുമാനപ്പെട്ട DRM അടക്കമുള്ള ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ള യോഗമെന്ന നിലയിൽ വളരെ വിനയാന്വിതനായി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ, കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ പ്രഥമ പരിഗണനയോടുകൂടി അടുത്ത ഫേസിൽ, നെക്സ്റ്റ് ഫേസിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റെടുക്കേണ്ടുന്ന റെയിൽവേ സ്റ്റേഷൻ പെരിനാട് റെയിൽവേ സ്റ്റേഷനാണ് എന്ന വിവരം വളരെ വിനയപുരസ്സരം അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, അദ്ദേഹത്തെ ഹാർദ്ദമായി നമ്മുടെ തന്നെ നിയോജക മണ്ഡലത്തിൽ സമാന സ്വഭാവത്തിൽ പരവൂരിൽ ഒരു റെയിൽവേ സ്റ്റോപ്പ് അനുവദിച്ച ഘട്ടത്തിലും അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് അദ്ദേഹം എത്തിച്ചേർന്നു. ഇന്നും ഈ സംരംഭത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഈ നാട്ടിലെ ആകെ ജനങ്ങൾക്ക് വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങയുടെയും നിർലോഭമായ സഹായം, സഹകരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്നും യാത്ര ചെയ്തിരുന്ന സ്ഥലമാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഇതുപോലെയുള്ള നടപടികൾ റെയിൽവേ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തില് കഴിഞ്ഞ ബജറ്റില് 3042 കോടി രൂപയാണ് കേരളത്തിലെ വികസനത്തിന് വേണ്ടി ബജറ്റിൽ മാറ്റിവെച്ചത്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കില്ല. മറ്റൊന്ന്, 7 റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പോൾ ബഹുമാനപ്പെട്ട MP പറഞ്ഞ കൊല്ലം സ്റ്റേഷൻ ഉൾപ്പെടെ കേരളത്തിൽ 7 റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ട് പോലെയുള്ള സംവിധാനത്തിൽ അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഏതാണ്ട് 35 സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനുകളായിട്ട് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ 3042 കോടിക്ക് കൂടാതെ 2500 കോടിയിലേറെ ഈ 7 സ്റ്റേഷനുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി, മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ 35 അമൃത സ്റ്റേഷനുകൾക്ക് വേണ്ടി 2500 കോടിയിലേറെ ചെലവഴിക്കുക. ഇതുകൂടാതെ ഓൺഗോയിങ് ആയിട്ടുള്ള വർക്കുകൾ, നമ്മുടെ പാത ഇരട്ടിപ്പിക്കല്, നവീകരണം, ഇലക്ട്രിഫിക്കേഷൻ, ഇതെല്ലാവരും കൂടി 12000 കോടി ഇപ്പോഴിവിടെ കേരളത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 20,000 കോടിയാണ് ഈ റെയിൽവേയുടെ കാര്യത്തിൽ ഇവിടെ കേരളത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്.